OPD-യിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് കേട്ടോ മുട്ടുവേനുള്ള ആൾക്കാർ. നിങ്ങളെ വീട്ടിലാണെങ്കിലും പ്രായമുള്ള ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് ഈ ഒരു മുട്ടുവേന. അങ്ങനെ വേദനയൊക്കെ കൂടി വന്ന് നമ്മളെടുത്ത് വന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേനും കാൽമുട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ടാവും. ശരിക്കും നമ്മളെ നീ ജോയിന്റിന്റെ എക്സ്റേ എടുത്ത് നോക്കിയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. രണ്ട് ബോണ്ട് ഇടയിലുള്ള സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു ജോയിന്റുകൾ തമ്മിലുള്ള സ്പേസ് നഷ്ടപ്പെട്ടിട്ട് രണ്ടെല്ലുകളും കൂട്ടിമുട്ടുന്ന അസഹനീയമായ പെയിൻ ഉണ്ടാവുന്ന കണ്ടീഷനെ നമ്മൾ പറയുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കാൽമുട്ടിലെ നീ ജോയിന്റ് ഉണ്ടാക്കുന്ന ബോണുകൾക്ക് മുകളിലായിട്ട് ഒരു കാർട്ടിലേജ് എന്ന് പറഞ്ഞ ഒരു കവറിംഗ് ഉണ്ട്. കാർട്ടിലേജ് ഉള്ളതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ട് ഈ ഒരു മൂവ്മെന്റുകളും കാര്യങ്ങളും നടക്കും. പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു കാർട്ടിലേജ് നഷ്ടപ്പെടുമ്പോഴാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാവുന്നത്. ഇത്രത്തോളം നഷ്ടപ്പെട്ടു എന്നനുസരിച്ചിട്ട് ഓരോ സ്റ്റേജ് ഉണ്ട്. തുടക്കത്തിലാണെങ്കിൽ നിങ്ങളെ ഡോക്ടറെയും ഫിസിയോതെറാപ്പിസ്റ്റിനെയും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്താൽ തന്നെ ഒരു വിധത്തിൽ കുറവുണ്ടാവും പെയിനും കാര്യങ്ങളും. എന്തായാലും കൂടെ മെഡിക്കേഷൻ കൂടെ എടുക്കണം കേട്ടോ. പിന്നെ പല ആൾക്കാരിലും പലതരത്തിലുള്ള ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. അതിലൊന്നാണ് ഈ ഒരു വിസ്കോജൽ ഇഞ്ചക്ഷൻ. ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ മാത്രമേ നമുക്കൊരു വഴിയുള്ളൂ. ചില കേസിൽ നമുക്ക് മൊത്തത്തിൽ നീ തന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇനി എന്തായാലും മുട്ടുവേദന സില്ലി ആയിട്ട് എടുക്കാൻ നിൽക്കണ്ട. തുടക്കത്തിലെ സ്റ്റേജിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നവർക്ക് നല്ലോണം കുറയാറുണ്ട്. ഇനി മുട്ടുവേദനയുള്ള നിങ്ങളെ ഫ്രണ്ട്സുകൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ അയച്ചു കൊടുത്തോളിന്ന്. ഇതേപോലുള്ള വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ.